നമുക്ക് ഒരു നല്ല കാർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നന്നായി ഫങ്ഷൻ ചെയ്യുന്ന, റോഡിന്റെ നടുവിൽ നിന്ന് പോവാത്ത, തള്ളി നീക്കേണ്ടി വരാത്ത, ഓക്കെ, പല കാര്യങ്ങളും മാനുവൽ ആയിട്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ കുറേ ദൂരം യാത്ര ചെയ്താലും ക്ഷീണിക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും നമ്മളെ പണികൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന, ഫോൺ കയ്യിലെടുക്കാതെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇനി അങ്ങനെ സാധ്യതകൾ ഇൻഫിനിറ്റി ആണ് അല്ലെ കാറുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാറിലിരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഓർക്കുന്നത്? അള്ളാന്റെ അനുഗ്രഹം അല്ലെ, സുബ്ഹാനല്ലാഹ്. യെസ്, ഒരു സൈഡില് ഇത് ടെസ്റ്റാണ്, ഇതിനു വേണ്ടിയിട്ട് എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാന്ന് പറയുമ്പോൾ ആ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുപോകും. എന്നാൽ ഇപ്പുറത്തെ സൈഡില് ഇത് ഉപയോഗിച്ച് എനിക്ക് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരം ഉണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ്. നമുക്കൊരു നല്ല ഇണയല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ, നമുക്കൊരു നല്ല വാഹനം ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് താമസിക്കാൻ ഒരു നല്ല വീടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് മക്കളില്ല അല്ലെങ്കിൽ മക്കൾ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ശുക്ർ ചെയ്യല്ലേ? യെസ്, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശുക്ർ ചെയ്യാൻ. പക്ഷെ ഈ കാര്യങ്ങൾ ശരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ ഒബ്വിയസ് ആണ് അല്ലെ. ഓരോരുത്തരെയും ഹാപ്പി ആക്കി നിർത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. എല്ലാം ഇല്ലെങ്കിൽ അല്ലെ, ചിലർക്ക് ഏതെങ്കിലും ഒന്ന് മിസ്സാവും, രണ്ടും മിസ്സാവും, ചിലർക്ക് എല്ലാം ഉണ്ടാവും, ചിലർക്ക് എല്ലാം അധികം ഉണ്ടാവും, ചിലർക്ക് പലതും ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ ഓരോന്നും നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ നമ്മളെ ഹാപ്പി ആക്കി നിർത്തുന്ന, അല്ലെ, നമ്മളെ ബാലൻസ്ഡ് ആക്കി നിർത്തുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ ഒബ്വിയസ് ആയിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ പലപ്പോഴും അല്ലെ കണ്ണിന്റെ കാഴ്ചയും ചെവിന്റെ കേൾവിയും വയറ് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യുന്നതിനൊക്കെ നന്ദി കാണിക്കാൻ മറക്കുന്ന ആൾക്കാരാണ്, സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ പറഞ്ഞ ഓരോന്നുണ്ടല്ലോ, അള്ളാഹു തന്ന ഇണയാകുന്ന അനുഗ്രഹം, മക്കളാകുന്ന അനുഗ്രഹം, സമ്പത്താകുന്ന അനുഗ്രഹം, ഭക്ഷണമാകുന്ന അനുഗ്രഹം, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം, സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഉണ്ടാവുമ്പോൾ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതൊക്കെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാൻ ഒരു അവസരം തരാണ് അല്ലേ. അതുവഴിയും അള്ളാഹിന്റെ തൃപ്തി നേടാൻ പറ്റണം, സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇതെല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ അജറ് നേടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പരലോകത്ത് നമ്മുടെ ദർജ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെ. അത് പക്ഷെ നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്യും. എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ മതാ കൊണ്ടും ചെയ്യുന്നത്, എന്താ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ അതിനകത്ത് ഒരുപാട് അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് അള്ളാഹിനെ മറന്നു പോവാണോ? അള്ളാഹ് എനിക്ക് തരുന്ന ഉത്തരവാദിത്തങ്ങൾ മറന്നു പോവാണോ? അത് ഞാൻ ഈ കാര്യങ്ങൾ എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഈ പറഞ്ഞ ഓരോന്നും, അത് കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, ഇണയായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എന്താണെങ്കിലും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന്റെ പേരിലെ ഗ്രീഫ്, വിഷമത്തിന്റെ പേരിൽ ഞാൻ അത്രയും സമയം അതിനു വേണ്ടിയിട്ട് ചിന്തയും എഫേർട്ടും ടൈമും ഒക്കെ അതിനു വേണ്ടിയിട്ട് കളഞ്ഞിട്ട് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ മറന്നു പോവാണോ? അല്ലേ, ഞാൻ എക്സ്ട്രീമിലേക്ക് പോകുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് അല്ലെ, അത് നഷ്ടപ്പെട്ടേക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും അള്ളാഹിനോടുള്ള ഡിസൊബീഡിയൻസിൽ, ഇപ്പൊ എല്ലാത്തിലും അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ, വീടിന്റെ കാര്യത്തിലും കാറിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അത്തരം ഉദാഹരണങ്ങളുണ്ട് അല്ലെ. അത് വേണമെന്നുള്ള അതിയായ ആഗ്രഹം കാരണം അള്ളാഹ് ഹറാമാക്കിയ വഴികളിലൂടെ അത് സമ്പാദിക്കുന്നത്, സ്വത്തിന്റെ കാര്യത്തിൽ. അതുപോലെ നിലനിർത്തണം എന്നുള്ള അതിയായ ആഗ്രഹം മൂലം അല്ലെ, മക്കളാണെങ്കിലും ഇണകളാണെങ്കിലും അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്. നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള ഭയം അല്ലെ. അപ്പം നമ്മൾ ആ തരത്തിലാണോ ഇതിനൊക്കെ കാണുന്നത്, ഉപയോഗിക്കുന്നത്, അനുഭവിക്കുന്നത്, നിലനിർത്തുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അതൊക്കെ നമുക്കൊരു ടെസ്റ്റ് ആണ് അല്ലെ. നമുക്ക് അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ്. നമ്മൾക്ക് പരലോകത്ത് നമ്മുടെ ദർജ ഉയർത്താനുള്ള ഒരു അവസരം കൂടിയാണ്, സുബ്ഹാനല്ലാഹ്. സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെ, ഫസ്റ്റ് ആയത്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ പറയുന്നു പുരുഷന്മാർക്ക് ഏറ്റവും വലിയ ഫിത്നയാണ് സ്ത്രീകൾ. അതേസമയം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിലെ അദ്ദുന്യാ മതാഉൻ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അല്ലെ ഒരു നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള ആസ്വാദനമാണ്. വഖൈറു മതാഇദ് ദുനിയാ, അല്ലെ, ഈ ദുനിയാവിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിലൈറ്റ് എന്താണ്? അൽ മർഅതു സ്വാലിഹ, അല്ലെ, സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സ്വാലിഹത്തായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവൾ എന്താ ചെയ്യാ? അവളെ നോക്കുമ്പോ തന്നെ ഭർത്താവിന് സന്തോഷം അല്ലെ. അവള് സംസാരിക്കുമ്പോൾ കംഫർട്ട് കിട്ടും. അവൾ ദീനില് സഹചാരിയായിരിക്കും അല്ലെ, കൂടെ കൂടെ ഓരോ നല്ല അമലുകൾ ചെയ്യാനും അവള് കൂടെ ഉണ്ടാവും.
അപ്പം ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടിയുള്ളതിനപ്പുറത്തേക്ക് എല്ലാ രീതിയിലും എനിക്കൊരു കമ്പാനിയൻ ആയിട്ട് അല്ലെ, എനിക്കൊരു സുഹൃത്തായിട്ട്, എന്റെ ദീനിൽ എന്റെ പരലോകത്തേക്കുള്ള പ്രിപ്പറേഷനിൽ എനിക്കൊരു കൂട്ടാളി ആകുമ്പം അത് വലിയൊരു ബ്ലെസ്സിങ് അല്ലേ? സുബ്ഹാനല്ലാഹ് അല്ലേ? അത് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാനുള്ള വലിയൊരു അവസരമല്ലേ? അപ്പം ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഡിസയർ ആണ്, ഇഷ്ടം തന്നെയാണ് നമ്മളുടെ. ഓക്കെ, പക്ഷേ അതെല്ലാം നമുക്ക് അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനും അതുപയോഗിച്ച് നന്മകൾ ചെയ്യാനും അതുവഴി പരലോകത്ത് ദറജകൾ ഉയർത്താനും അവസരങ്ങൾ തരുന്നുണ്ട് അല്ലെ? ഇനി ബനീന്റെ കാര്യത്തില്, ആൺമക്കളുടെ കാര്യത്തില് അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തില് അതും ഷഹവയാണ്. ആൾക്കാർക്കൊക്കെ കുട്ടികൾ വേണം അല്ലെ? കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. കുട്ടികളില്ലാതെ ജീവിക്കാനും ബുദ്ധിമുട്ട്. ഇല്ലാത്തവർക്ക് അതിന്റെ പ്രയാസം അറിയാം അല്ലെ? അപ്പം ഒരു കുട്ടി ഉണ്ടാവുകയും അതിനെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത് അതിന് നല്ലത് പഠിപ്പിച്ചു കൊടുത്ത് ദീൻ പഠിപ്പിച്ചു കൊടുത്ത് ഒരു സ്വാലിഹ അല്ലെങ്കിൽ ഒരു സ്വാലിഹത്തായ മോനോ മോളോ ആയിട്ട് വളർന്ന് ഈ ഉമ്മയോ വാപ്പയോ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഉമ്മക്കും വാപ്പക്കും വേണ്ടി ദുആ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രയോജനപ്രദമല്ലേ അല്ലേ? അല്ലേ? അപ്പം കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികളോട് ഇഷ്ടം ഉണ്ടാവാന്നൊന്നും പറയുന്നത് തെറ്റാന്നല്ല പറയുന്നത്. നമ്മൾ ദീനിൽ ഇതൊന്നും ഹറാമെന്നല്ല പറയുന്നത്, കറാഹത്താന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന് ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ആഖിറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മതാ ആയിട്ട് അല്ലെ, ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലാതെ ഈ ലോലി ആയിട്ടുള്ള അല്ലെ, താഴ്ന്ന ദുനിയാവിന്റെ ടെമ്പററി ആയിട്ടുള്ള എൻജോയ്മെന്റിന് വേണ്ടി ആവരുത്. ഇനി ഇതിനും വലിയ എന്തൊരു അടി കിട്ടാനാ നമ്മളൊക്കെ തലക്കില്ലേ? നമ്മളൊക്കെ വിചാരം നമ്മൾ ഇനിയും കുറേ കാലം ജീവിച്ചിരിക്കും, എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യും. ഇപ്പൊ തൽക്കാലം എന്റെ ജീവിതം, എന്റെ കുട്ടികൾ, എന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്നല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ ജീവിതം എപ്പോ വേണമെങ്കിലും അവസാനിക്കും കേട്ടോ, എപ്പോ വേണമെങ്കിലും അവസാനിക്കും. ഈ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം കുഴഞ്ഞു വീണ് മരിക്കലൊക്കെ വളരെ കോമൺ ആയി മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കണം അല്ലെ? ഇതൊന്നും നമുക്ക് ദുനിയാവിൽ എൻജോയ് ചെയ്ത് ഇവിടെ തന്നെ സുഖിച്ചിരിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതല്ല, ആഖിറത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ആ ട്രിപ്പിന് പ്ലാൻ ചെയ്യാൻ, പാക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ടൂൾസ് ആണ് ആഖിറത്തിന് വേണ്ടിയിട്ട്. അതുപോലെ പണം, വൽഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ അല്ലെ? ഒരാൾക്ക് ഒരുപാട് സ്വർണം വെള്ളി ഉണ്ടെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യണം അയാള്? സക്കാത്ത് കൊടുക്കണം അല്ലെ? അതില്ലെങ്കിൽ, ഈ പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സക്കാത്തിലൂടെയുള്ള പ്രതിഫലം കിട്ടുമോ? ഇല്ല. സക്കാത്തിന് പ്രതിഫലം ഇല്ലേ? ഉറപ്പായിട്ടും അല്ലെ? അപ്പം പൈസ ഉണ്ടാവുക എന്ന് പറയുന്നത് മോശമൊന്നും അല്ല കേട്ടോ. പക്ഷെ ആ ഉണ്ടായ പൈസ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഹലാലായ വഴികളിലൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ അത് ചെലവഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഭയങ്കര പ്രതിഫലം. ശരിക്കും അള്ളാന്റെ വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സമ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്ങിൽ പെട്ടതാണ്. നമ്മൾ സ്പെൻഡിങ്ങിനെ കുറിച്ച് അല്ലെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞു. രാവും പകലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഒരുപാട് പ്രതിഫലമാണ് അല്ലെ? അതിന്റെ പ്രതിഫലം കണക്കില്ലാത്തതാണെന്ന് നമ്മൾ പറഞ്ഞു. പണം ഇല്ലെങ്കിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? എങ്ങനെയാ ചെലവഴിക്കുക? അപ്പൊ എങ്ങനെയാ അതിന് പ്രതിഫലം കിട്ടുക? ഇല്ല. ആ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സമ്പാദിച്ചൂടെ? സമ്പാദിക്കാം. ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. ചെലവഴിക്കണം അള്ളാന്റെ മാർഗത്തിലല്ലേ? അപ്പം ആ സമ്പാദിച്ചതും ഉണ്ടാക്കിയതും ഒക്കെ എന്തിനാണ്? പ്രതിഫലത്തിനുള്ളതാണ്, ദറജ ഉയർത്താനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് അയാളുടെ രണ്ട് എൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അയാളുടെ അത്യാവശ്യ ദൈനംദിന ആവശ്യങ്ങൾ പോലും നിറവേറാൻ, അല്ലെങ്കിൽ അയാളുടെ നോർമൽ ആവശ്യങ്ങൾ പോലും നിറവേറാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യന്റെയും നേച്ചറിന്റെ കുറെ ആവശ്യങ്ങളുണ്ട് അല്ലെ? ഭക്ഷണം, താമസം, സേഫ്റ്റി, ഭക്ഷണം, ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലും ഒരാൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓട്ടം ഇതിനു വേണ്ടിയായിരിക്കും അല്ലെ? ഇത് കഴിഞ്ഞാലല്ലേ അയാൾക്ക് അടുത്ത പേർപ്പസിലേക്ക് അല്ലെ, ഹയർ പേർപ്പസിന് വേണ്ടിയിട്ട്, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അയാളുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇല്ല അല്ലെ? ഉണ്ടെങ്കിൽ അത് ഒരുപാട് പ്രതിഫലം നേടാനുള്ള അവസരങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻപിൽ ഒരുക്കി. ഈ ഓരോ കാര്യത്തിലുണ്ടല്ലോ അള്ളാഹു കുറേ വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട് പ്രതിഫലത്തിന് വേണ്ടിയിട്ടുള്ള. ഓരോ ഫീൽഡിലും ഓരോ ഏരിയയിലും അത് ഉപയോഗിച്ച് അള്ളാഹിന്റെ പ്രതിഫലം നേടാൻ വേണ്ടി അള്ളാഹു
ഇഷ്ടം പോലെ ഓപ്പണിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഹദീസുകൾ നമ്മൾ കാണുമ്പോൾ അല്ലെ, ഓരോ ആയത്തുകൾ കാണുമ്പോൾ എന്തെല്ലാം അവസരങ്ങളാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഒരു ഹദീസിനകത്ത് 3 തരത്തിലുള്ള കുതിരകളെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഹദീസിന്റെ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയത്ര ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മുഴുവൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാം, നോട്ട്സിന്റെ കൂടെ. അപ്പം 3 തരത്തിലുള്ള കുതിരകൾ. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ കാർ, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലുള്ള കാറുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചിന്തിക്കാം. കാരണം നമുക്കിപ്പോൾ കുതിരകളെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പം 3 തരത്തിലുണ്ട്. ഒന്നാമത്തെ ഒരു തരം, അത് അതിന്റെ ഓണർക്ക്, ആ കുതിരയുടെ മുതലാളിക്ക് വിസ്ർ ആയിട്ടുള്ളതാണ്, അതായത് ഭാരമായിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതായത് അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന, അതിനെ ഓൺ ചെയ്യുന്ന മുതലാളിക്ക് ഈ കുതിര ഒരു ഭാരം. ഇങ്ങനെയാണ്. എന്തുകൊണ്ടാ? അത് കുതിരനെ എന്തിനാ ഉപയോഗിക്കുന്നത്? ഷോ ഓഫിന് വേണ്ടിയിട്ട് അല്ലെ, അഹങ്കാരത്തിന് 4 ആളെ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അത് കാണിച്ച് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ എന്റെ കുതിരനെ കണ്ടില്ലേ അല്ലെ, കുതിര അവിടെ വിട്ടേക്ക്, നമുക്ക് കാറ് പറയാം. എന്റെ കാറ് കണ്ടില്ലേ, അടിപൊളിയാ, നോക്ക്. ഇത് മാത്രമല്ല, എന്റെ അടുത്ത് ഇതുപോലത്തെ വേറെ ഒന്നും കൂടെ ഉണ്ട് അല്ലെ. നിങ്ങൾ അതിന്റെ ഉള്ളിൽ എന്താ, നിങ്ങളുടെ അടുത്തൊന്നും ഇതില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. ഇത് കുറച്ച് കൊല്ലം പഴക്കമുള്ളതൊന്നല്ല, പുതിയതാണ്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ഒന്നും വാങ്ങിയില്ല, പുതിയത് ഷോപ്പിൽ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് അല്ലെ. നമുക്ക് ഒരു വര പോലും ഇതിന്റെ മുകളില. കളർ നോക്ക്, ഇത് ദുനിയാവിൽ വേറെ ആർക്കും കിട്ടാത്ത കളറാ. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഉള്ളിലെ സീറ്റിന്റെ ലെതർ കണ്ടില്ലേ, നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, എന്തിനു വേണ്ടിയിട്ടാ ഉപയോഗിക്കുന്നത്? ഷോ ഓഫിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാറാണെങ്കിൽ, കുതിരയാണെങ്കിൽ, അത് ആ മുതലാളിക്ക് എന്താണ്, അതിനുവേണ്ടി ആ ട്രാൻസ്പോർട്ടേഷന്റെ മീൻസ് ആ മുതലാളിക്ക് എന്താണ്? ഭാരമാണ്. എന്തിന്റെ ഭാരം? തിന്മ അല്ലെ, സിൻ. എങ്ങനെയാണ് തിന്മ? നാച്ചുറലി പരലോകത്തെ ശിക്ഷ തന്നെയാണ്. അഹങ്കാരത്തിന് വേണ്ടിയിട്ടും അല്ലെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അഹങ്കാരം എന്ന് പറയുമ്പം അത് ഞാൻ ഉണ്ടാക്കിയതാന്നുള്ളതിലേക്കും കൂടെ വരും അല്ലെ, അള്ളാഹ്ക്ക് ഒരു ഷെയർ കൊടുക്കാത്തൊരവസ്ഥയിലേക്ക്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ദുനിയാവിലും അയാൾക്ക് അതൊരു ഭാര. എങ്ങനെയാ? ഈ പറഞ്ഞ സംഭവം ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഒരുപാട് സമയവും എഫേർട്ടും ചിന്തയും അതിനു വേണ്ടി ഇടണം അല്ലെ. ഈ പറഞ്ഞ സാധനം ഓൺ ചെയ്യണമെങ്കിൽ, അതിനു വേണ്ടി പൈസ ഉണ്ടാക്കണമെങ്കിലും അയാൾ കുറെ കഷ്ടപ്പെടണം അല്ലെ. ചിലപ്പം അത് ഹലാലായ മീൻസിലൂടെ ആയിക്കൊള്ളണമെന്നില്ല, അള്ളാഹു അനുവദിച്ച വഴികളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല അത് വാങ്ങിയത്. അപ്പം അയാൾക്ക് ഈ ടൈപ്പ് കുതിര അയാളുടെ മേലെ എന്താണ്? ഭാരമാണ്, വിസ്റാണ്, തിന്മയാണ്. ഒരുപാട് അതിന്റെ മേലെ എക്സസീവ് ആവുമ്പോൾ അല്ലെ, അതിന്റെ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് വലിയ എന്താണ് ലെൻസ് ഒക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ എന്നാ ഇപ്പൊ തന്നെ അതിനെ വർക്ക്ഷോപ്പ് കയറ്റണം, അല്ല മഴ പെയ്തോ, ഉള്ളിൽ മണ്ണായോ, ഇപ്പൊ തന്നെ കൊണ്ടുപോയി വാഷ് ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ അത് ആ മുതലാളിന്റെ മേലൊരു വിതറാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് കുതിര എന്ന് പറയുന്നത് സത്ര, അതായത് അതൊരു പ്രൊട്ടക്ഷൻ ആണ്, ഷീൽഡാണ്. സംരക്ഷിക്കും അതിന്റെ മുതലാളിയെ. എങ്ങനെ? അവന് അള്ളാഹുവിന്റെ, അതായത് ഈ കുതിരയുടെ ബാക്ക്, പുറവും അതിന്റെ കഴുത്തും ന്റെ കാര്യത്തിൽ അവൻ അള്ളാഹുവിന്റെ ഹക്ക് മറക്കുന്നില്ല എന്നാണ് ഹദീസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ ഒരാള് എന്തെങ്കിലും അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അയാളെ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വണ്ടി ഉപയോഗിക്കുക. അതുപോലെ വേറൊരാൾക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം, അയാളൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം, അയാൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലോ എന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഓരും കുട്ടികളും എല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കാറ് നാറും, അങ്ങനെ ചിന്തിക്കുന്നില്ല. ഓക്കെ, എവിടെ വേണമെങ്കിലും ആര് വേണമെങ്കിലും ഇരുന്നോട്ട്, ആർക്ക് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. അല്ലോ കുട്ടികളൊക്കെ കയറിയിട്ട് ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിനകത്ത് ഇടും, അതുകൊണ്ട് എന്റെ വണ്ടി ആർക്കും കൊടുക്കണ്ട, അങ്ങനെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും അതിന്റെ സൈഡിൽ കൂടെ പോയിട്ട് അവരെ കയ്യിൽ എന്തെങ്കിലും മെറ്റലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വണ്ടിന്റെ മുകളിൽ വര വീഴും, അതുകൊണ്ട് എവിടെയും കൊണ്ടുപോകണ്ട, അതിനെ ഒളിപ്പിച്ചു വെക്കട്ടെ, അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് മറ്റുള്ളവർക്ക് അല്ലെ, അത് അള്ളാഹ് തന്നതാണ്, അപ്പൊ അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിൽ ഉപയോഗിക്കുക. അള്ളാഹ്ക്കുള്ള ഹക്ക് അതിന് ആ കാര്യത്തിൽ നിറവേറുമ്പോൾ ഇത്തരത്തിലുള്ള കുതിരകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മീൻസ്, കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ അയാൾക്ക് എന്താവും? ഷീൽഡ് ആവും അല്ലെ, പ്രൊട്ടക്ഷൻ ആവും, ശരിയായ രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെ, സ്വന്തം ആവശ്യങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടിയിട്ടാണ്. പരലോകത്ത് അയാൾക്കൊരു പ്രൊട്ടക്ഷൻ ആവും. ഇനി മൂന്നാമത്തെ ടൈപ്പ്, അത് ആ കുതിരകള് ഈ മുതലാളിക്ക് എന്താണ്? അജിറാണ്, പ്രതിഫലാണ് യൗമൽ ഖിയാമയിൽ. എങ്ങനെ? കാരണം അത് ഫീ സബീലില്ലാഹ് ആണ് ആ കുതിരയെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ കാറിനെ ഉപയോഗിക്കുന്നത്. അയാൾക്ക് ആ കാർ ഉള്ളതേ എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. പൊതുവെ കുതിരകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടിയില്ല, ജിഹാദ് ഫീ സബീലില്ലാഹ്. അപ്പൊ ആ കുതിരനെ ശരിക്കും ഒരു കുതിരനെ നോക്കാന്ന് പറഞ്ഞാല് നമ്മൾ കാറ് പാർക്കിങ്ങിൽ നിർത്തി എടുക്കുന്നത് പോലെയല്ല അല്ലെ. അതിന്
കുളിപ്പിക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, അതിന്റെ വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യണം, അതിന് നടത്താൻ കൊണ്ടുപോകണം, അതിനെ ട്രെയിൻ ചെയ്യിക്കണം, അല്ലെ? കുറെ എഫേർട്ട് ഉണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഓരോ സമയത്തും ഈ കുതിര കഴിക്കുമ്പം, ഈ കുതിര മേയുമ്പം, ഈ കുതിര ഈവൻ അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, മൂത്രമായിട്ടും മലമായിട്ടും പുറത്തേക്ക് വരുമ്പം, ഇതൊക്കെയും എന്താണ് ഇയാൾക്കുള്ള പ്രതിഫലം. കാരണം അയാൾ ഈ കുതിരനെ എന്തിനാ ഉപയോഗിക്കുന്നത്? ജിഹാദ് ഫീ സബീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ കുതിരക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതൊക്കെയും പ്രതിഫലാർഹമാണ്. ആ കുതിര എടുക്കുന്ന ഓരോ സ്റ്റെപ്പും, ഓരോ ടേണും, ഓരോ തുള്ളി മൂത്രം പോലും അയാൾക്ക് എന്താണ്? പ്രതിഫലാർഹമാണ് അതിനകത്ത്. സുബ്ഹാനല്ലാഹ്. ഈവൻ ആ ഓരോ കാലടിയും, ആ കുതിര എടുക്കുന്ന ഓരോ കാലടിയും ഈ ആൾക്ക് ഒക്കെ പ്രതിഫലമായിട്ട് കണക്കാക്കുന്ന, ഞാൻ പറഞ്ഞ ഒരു വലിയ ഹദീസാണ്, ഞാൻ കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. അതിനകത്ത് പറഞ്ഞിട്ട് ഓരോ കാലടി പോലും അയാൾക്ക് പ്രതിഫലമാണ്. കാരണം അത് മുഴുവനും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരാൾക്ക് ഒരു കാർ ഉണ്ടാവും, അല്ലെ? അത് ഷോ ഓഫിന് വേണ്ടി ഉപയോഗിക്കാം. വേറൊരു കാർ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി, അയാളുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി വേറൊന്ന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാം, അല്ലെ? പള്ളിയിൽ പോവാന്, വരാന്, മക്കളെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്, ഭാര്യയ്ക്ക് ഖുർആൻ പഠിക്കാൻ പോവാന്, ഇനി ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, ദഅവ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓരോ പ്രാവശ്യവും അജറുകൾ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരാള് പറയാ, വൽ ഖൈലിൽ മുസവ്വമ, അല്ലെ? അത് ഹുബ്ബു ഷഹവാത്താണ്, എനിക്ക് വേണ്ട, അതൊക്കെ ഹുബ്ബു ഷഹവാത്താണ്, എനിക്ക് വേണ്ട, എനിക്ക് കാറൊന്നും വേണ്ട. ഓക്കെ, കാറ് വാങ്ങാനൊക്കെ കഴിവുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജീവിതം ജീവിച്ചാൽ മതി. അതൊക്കെ അള്ളാഹു കരുതി വെച്ചിട്ടുള്ള ആ പ്രതിഫലം കിട്ടുവോ? ഇല്ല, അല്ലെ? ഞാൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമിട്ട് തന്നില്ലേ? ഹുബ്ബു ഷഹവാത്ത്, അതിനകത്ത് ഇഷ്ടങ്ങൾ, ആ ഷഹവാത്തുകളൊക്കെ ഇഷ്ടമിട്ട് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം നേടാനുള്ള. നമ്മളൊക്കെ വീട്ടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഓണർഷിപ്പിലുള്ള ഓരോ സാധനം ഉപയോഗിച്ചിട്ടും ശരിക്കും അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം നേടാനുള്ള ഒരുപാട് അവസരങ്ങൾ സുബ്ഹാനല്ലാഹ് ഉണ്ട്, അല്ലെ? അപ്പം അതൊക്കെ ത്യജിക്കുക എന്ന് പറയുന്നതാണോ അതിലെ ശരി? അല്ല. അതൊക്കെ ഉപയോഗിച്ച് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുക, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ ഹുബ്ബു ഷഹവാത്താണ്. പക്ഷെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്, പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട്, പരലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതില് നമ്മളിപ്പോ പറഞ്ഞ മൂന്നാമത്തെ കുതിര ഉണ്ടല്ലോ, ജിഹാദിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്തെ ജിഹാദ് എന്ന് പറയുമ്പോൾ, ഇന്നത്തെ കാലത്തെ ജിഹാദ് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ആളുകളിലേക്ക് ദീൻ ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അല്ലെ? മുസ്ലിംസ് ആയിക്കോട്ടെ, അമുസ്ലിംസ് ആയിക്കോട്ടെ, സുബ്ഹാനല്ലാഹ്, ദീൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. സൂറത്ത് തൗബയില് 122 ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാത്തതല്ല. അതായത് എല്ലാ വിശ്വാസികളും യുദ്ധത്തിന് പോകണ്ട, അതായത് യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ വിശ്വാസികളും യുദ്ധത്തിന് പോകേണ്ടതില്ല. എന്തുകൊണ്ടാ? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖറൂ ഫിദ്ദീൻ. എന്നാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയിക്കൂടെ, അല്ലെ? ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു ഗ്രൂപ്പിന് പുറപ്പെട്ടു പോവാ, എങ്കിൽ ബാക്കിയുള്ളവർക്ക് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും. സുബ്ഹാനല്ലാഹ്. യുദ്ധം നടക്കുമ്പോൾ പോലും ഈ പറഞ്ഞ സമയം അതിന് ഈക്വലന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. തങ്ങളുടെ ആളുകൾ, അതായത് യുദ്ധരംഗത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ, അവർ സൂക്ഷ്മത പാലിച്ചേക്കാം. അപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ജിഹാദാണ് ജ്ഞാനം നേടലും, അല്ലെ? അത് കൊടുക്കലും. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടായിരിക്കണം, അള്ളാഹിന്റെ ദീൻ മനസ്സിലാക്കുന്നവർ. ലിയതഫഖഹു ഫിദ്ദീൻ. ഓരോ കമ്മ്യൂണിറ്റിയിലും, അല്ലെ, അവരുടെ ജീവിതം തന്നെ, അവരുടെ ജീവിതം, അവരുടെ സമയം, അവരുടെ എഫേർട്ട്, അവരുടെ സമ്പത്ത് ദീൻ പഠിക്കാനും അത് സ്പ്രെഡ് ചെയ്യാനും വേണ്ടി മാറ്റിവെച്ച ആൾക്കാര് ഉണ്ടാവണം. അപ്പം ആ ആൾക്കാർ, അന്നത്തെ കാലത്ത് അവർ കുതിരകളെ ഫീ സബീലില്ലാ ജിഹാദിനാണ് യൂസ് ചെയ്തതെങ്കിൽ, ഇന്നത്തെ കാലത്ത് നമ്മളുടെ പൈസ, നമ്മളുടെ പണം, അല്ല നമ്മളുടെ കാറ്, നമ്മൾ അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങള് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ദീൻ പഠിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഫീ സബീലില്ലാ. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് പരലോകം നേടാം, അല്ലെ? ഇനി അൻആമിന്റെ കാര്യം, ഹർസിന്റെ കാര്യം, ശരിക്കും അതൊക്കെ എന്താണ്?
അസറ്റുകൾ അല്ലെ, വലിയ വലിയ വാല്യൂ ഉള്ള അസറ്റുകളാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അതിനും സക്കാത്ത് ഉണ്ട് അല്ലെ. ആമകൾക്ക് സക്കാത്ത് ഉണ്ട് അല്ലെ. അത് കാലികളൊക്കെ ഓൺ ചെയ്യുന്ന ആളുകൾക്കും സക്കാത്ത് ഉണ്ട്, പ്രതിഫലം നേടാനുള്ള വഴിയാണ്. അതേപോലെ പ്രോപ്പർട്ടീസിനും, നോർമൽ പ്രോപ്പർട്ടീസിനാണെങ്കിൽ വിൽക്കുമ്പോഴും അല്ലാത്തപ്പോഴും, അതായത് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് അതിന് സക്കാത്ത് ഉണ്ട്. ഇനി ഹാർവസ്റ്റ് ചെയ്യുന്ന, അതായത് കൃഷി വിളവെടുപ്പ് നടക്കുന്ന പ്രോപ്പർട്ടീസിനാണെങ്കിൽ അവിടെ ഉഷ്ർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, അതും പേ ചെയ്യണം, അത് ഇസ്ലാമികമാണ്. ഇനി ഇതിനൊക്കെ പുറമെ ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ പൈസകൾക്കൊക്കെയും സദഖയും കൊടുക്കാൻ പറ്റും, ഒരുപാടുണ്ടെങ്കിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിന്റെയൊക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ അതിനകത്ത് അങ്ങോട്ട് മുഴുകി പോയിട്ട് അല്ലെ ഇരിക്കാനുള്ളതല്ല. എല്ലാം നമ്മൾ മോഡറേഷനിൽ ഉപയോഗിക്കണം, എക്സ്ട്രീം ആയി പോവരുത്. നമ്മളുടെ ദീന് ഒരിക്കലും നമ്മളടുത്ത് താരിഖു ദുനിയ എന്ന് പറയുന്നില്ല. അതായത് നിങ്ങൾ ദുനിയാവിനെ കംപ്ലീറ്റ് അങ്ങോട്ട് ഒഴിവാക്കല്ലേ. സന്യാസം നമ്മളെ ദീനിലില്ല. നിങ്ങൾ വിവാഹം ചെയ്യില്ല, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ സമ്പാദിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് കുതിരകൾ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊന്നും പറയുന്നത്, ഇതൊന്നും നമ്മളെ ദീൻ പറയുന്നില്ല അല്ലെ. നമ്മള് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതൊക്കെ ഉള്ളപ്പോഴും അതിനകത്ത് ഗെറ്റ് ലോസ്റ്റ് ആയി പോകാതിരിക്കുക, അതിനകത്ത് മുഴുകിയിട്ട് ആഹ്റം മറന്നു പോകാതിരിക്കുക. ആഹ്റം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കാം. അപ്പം ഓരോ മനുഷ്യനും ഉള്ളത് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ വിഭവങ്ങൾ ഉള്ളത് അല്ലെ. എല്ലാവർക്കും ഒരേപോലെ ആവില്ല, ഒരേ പ്രൊപ്പോർഷനിലാവില്ല, ഒരേ ഐറ്റംസ് ആവില്ല, ഓരോരുത്തർക്കും ഓരോന്നാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും തന്നിട്ടുള്ളതും തരാത്തതും അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. ഇല്ലാത്തതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, ദുആ ചെയ്യാം. തന്നിട്ടുള്ളതിനെ ഏറ്റവും ഭംഗിയായിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നഷ്ടപ്പെട്ടതിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം എന്താണ്? മത്താ ആണ് ദുനിയാവില്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം ഇതുകൊണ്ട്, ഇതിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നമ്മളെ തീരുമാനമാണ്. ഇവിടെ തന്നെ എൻജോയ് ചെയ്ത് രീതിയിൽ ഉപയോഗിക്കണോ, അതോ പരലോകത്തേക്ക് വേണ്ടി ഉപയോഗിക്കണോ? നമ്മളുണ്ടല്ലോ മുസ്ലിംസ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് അള്ളാഹ് പറഞ്ഞത് അതേപോലെ അനുസരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ ഉത്തരവാദിത്വം. അതായത് അള്ളാഹിനെ അനുസരിക്കുക, ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് വെക്കുക, ഖുർആൻ ഓതുക, ഹലാൽ ചെയ്യുക, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക, അത് മാത്രമല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ബേസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനേക്കാൾ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഉത്തരവാദിത്വം നമ്മളെ മേലുണ്ട് അല്ലെ. ഒരു ഉമ്മത്ത് എന്നുള്ള ഉത്തരവാദിത്വം നമ്മളെ ഉമ്മത്തൻ വസതൻ ആക്കിയിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ഈ ഒരു മെസ്സേജ് നമ്മളെ ഖലീഫ ആക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു മെസ്സേജ് ദീൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ളത്. അപ്പൊ അത് പറയുമ്പോൾ നമുക്കൊക്കെ കാരണങ്ങളാണല്ലേ. അല്ലോ, നിന്റെ കാര്യം അങ്ങനെ ഒന്നല്ല, എനിക്കത് കഴിയൂല അല്ലെ. എന്റെ കംഫർട്ട്, എന്റെ വീട്, എന്റെ കുട്ടികള്, എന്റെ കാറ്, എന്റെ ഇത്, എന്റെ അത്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനും തുടക്കത്തിൽ പ്രയാസം തന്നെ. പ്രയാസം നേരിടുമ്പോഴാണ് അത് ജിഹാദ് ആവുന്നത്. ആർക്കും ഇതാ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി നീ ജിഹാദിന് ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാവരും പല പ്രയാസങ്ങളെയും തരണം ചെയ്ത് ജിഹാദ് തുടങ്ങുമ്പോൾ അള്ളാഹു ഇങ്ങനെ വഴികൾ തുറന്നു കൊടുക്കുക ചെയ്യുക. അവരുടെ മനസ്സിന് വിശാലത കൊടുക്കുക ചെയ്യുക, അവരുടെ ജീവിതത്തിലെ വിഭവങ്ങൾക്ക് വിശാലത കൊടുക്കുക, സൗകര്യങ്ങൾക്ക് വിശാലത കൊടുക്കുക ചെയ്യുക. അപ്പൊ നമ്മളെ മുമ്പിൽ എത്തുന്ന ഏറ്റവും ചെറിയ ചാൻസിന് നമ്മൾ എങ്ങനെ ചാടി പിടിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ അടുത്തടുത്ത ചാൻസസ് വരാം. ഏറ്റവും ചെറിയ ചാൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നമ്മളെ ഞെരുക്കി കളയും. ഈ പറഞ്ഞ മത്താകൾ കൊണ്ടുള്ള പ്രയാസങ്ങളാൽ നമ്മളെ ഞെരുക്കി കളയും. ഇണകൾ കൊണ്ടുള്ള പ്രയാസങ്ങളാൽ, മക്കൾ കൊണ്ടുള്ള പ്രയാസങ്ങളാൽ, ഈ സമ്പത്ത് കൊണ്ടുള്ള പ്രയാസങ്ങളാൽ, ആരോഗ്യം അള്ളാഹു ഞെരുക്കി കളയും. ഒരിക്കലും നമുക്ക് ആ ജിഹാദിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ. ആരും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സിറ്റുവേഷനും സെറ്റ് ചെയ്തിട്ട് അള്ളാഹ് നിനക്ക് ജിഹാദ് ചെയ്യാം, നിന്റെ സാഹചര്യങ്ങളൊക്കെ ജിഹാദിന് ഫേവറബിൾ ആന്ന് പറഞ്ഞിട്ട് ഇറക്കിയതല്ല അള്ളാഹ് ആരെയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ദീനിന് വേണ്ടിയിട്ട് സമയം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അയച്ചതിന്റെ ഉദ്ദേശം നമ്മൾ മറന്നു പോവാണ്, നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമുക്ക് അള്ളാഹ് തന്ന എന്തിനാണെന്നറിയോ? ദീൻ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈഫിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാ. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മളെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടറ്റവും കൂട്ടി മുട്ടുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ ഓടാനേ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് പിന്നെ ദീന്റെ പ്രചരണവും മറ്റു കാര്യങ്ങളും നമ്മളെ തലയിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹു ഇതുപോലെ ഓരോ സൗകര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എളുപ്പാക്കി തരാണ്. ദീനിനെ നീ സെർവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മള് അതിൽ എൻജോയ് ചെയ്ത് അതിനകത്തൊക്കെ നമ്മൾ ഉദ്ദേശം മറന്ന് ജീവിക്കുകയാണല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്ത് കേട്ടപ്പം
അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നാ ലാ നസ്തതിഉ ഇല്ലാ അൻ നഫ്റഹ ബിമാ സയ്യൻതഹു ലനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ ഉൻഫിഖഹു ഫീ ഹഖ്ഖിഹി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇതിനോടൊക്കെയുള്ള ഇഷ്ടം ഞങ്ങളിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് സന്തോഷിക്കല്ലാതെ വേറെ വഴിയില്ല. കാരണം നീ ഇഷ്ടപ്പെടുത്തിയതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊക്കെ സന്തോഷം തന്നെയാണ്. ഓക്കെ, ഈ അട്രാക്ഷൻ സുയിന ലിന്നാസ്, നീ മനുഷ്യന്മാർക്ക് ഭംഗിയുള്ളതാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനോട് ഇഷ്ടവും സന്തോഷവും ഉണ്ടാവല്ലാതെ വേറെ രക്ഷയില്ല. പക്ഷേ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത്, നിനക്ക് ഇതെങ്ങനെയാണോ ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ നീ തന്ന ഓരോ ഇഷ്ടങ്ങളും അൻ ഉൻഫിഖഹു ഫീ ഹഖ്ഖിഹി, അതിന്റെ ഹക്കോടുകൂടി ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്ന്, അതിനെങ്ങനെ യൂസ് ചെയ്യണോ അതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിക്മത്തിന് വേണ്ടിയിട്ട് ചോദിക്കാണ്. ഇതിന്റെയൊക്കെ ഹക്ക് എന്താണ്? ഈ പറഞ്ഞ ഓരോ മതാന്റെയും ഹക്ക് എന്താണ്? ഹലാലായ രീതിയിൽ അള്ളാന്റെ ദീനിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. റളിയല്ലാഹു അൻഹു ഖലീഫ ആയപ്പം സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ദീനിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ ലക്ഷറീസും ദീനിന് വേണ്ടിയിട്ട് മുസ്ലിംസിന് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം, ദീനിനെ എങ്ങനെ വളർത്താം എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹത്തിന് ഇതെല്ലാം കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത്രയും നല്ല രീതിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിം എംപയർ, ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയണം, ഈ സാധനങ്ങളൊക്കെ അള്ളാഹ് എനിക്ക് തന്നു അതിനോടൊക്കെയുള്ള ഇഷ്ടം വളരെ നാച്ചുറൽ ആണ് എനിക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് അതൊക്കെ ഉപയോഗിച്ച് എൻജോയ് ചെയ്യുക, അതൊക്കെ വളരെ നാച്ചുറൽ ആണല്ലോ, ഷഹവാത്തുകളാണല്ലോ അതൊക്കെ ആവശ്യങ്ങളാണല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവൻ ആ പ്ലഷറുകളിലാണ്, ആ എൻജോയ്മെന്റിലായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം വളരുമായിരുന്നു. അത്രയും ആളുകൾക്ക് ദീനിലേക്ക് വരാൻ പറ്റുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതന്നെ വേറെ ഒരു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം ലാ നസ്തതിഉ ഇല്ലാ അൻ നുഹിബ്ബ മാ സയ്യൻത ലനാ. സെയിം, നീ ഞങ്ങൾക്ക് ഇതെന്താണ് സുയ്യനാക്കില്ലേ, സയ്യൻത ലനാ, ഞങ്ങൾക്ക് ഇത് അട്രാക്റ്റീവ് ആക്കി, അതുകൊണ്ട് ഇതിനെ ഇഷ്ടപ്പെടല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല അന്നുഹിബ, ഞങ്ങൾക്ക് ഇതിനെ ഇഷ്ടപ്പെടല്ലാതെ വേറെ രക്ഷയില്ല. ഫഖിനി ഷർറഹു, അതുകൊണ്ട് അതിന്റെ ഷർറിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്ക്. വർസുഖ്നി അൻ ഉൻഫിഖഹു ഫീ ഹുബ്ബിക്, എന്നിട്ട് അതിന്റെ നിന്റെ തൃപ്തിക്ക് വേണ്ടി, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി താ. സുബ്ഹാനല്ലാഹ്, അതിനു വേണ്ടിയിട്ടുള്ള തൗഫീഖ് നീ താ. അപ്പം ഈ ഇഷ്ടങ്ങളൊക്കെയും അൽഹംദുലില്ലാഹ് നാച്ചുറൽ ആണ്, ഇതിനോടൊക്കെയുള്ള അട്രാക്ഷൻ നാച്ചുറൽ ആണ്, ഇതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്ന നിമിഷം മുതൽ നമ്മളെ ടെസ്റ്റ് തുടങ്ങായി. ആ ഇഷ്ടം നമ്മൾ അധികരിക്കുന്തോറും, അതിനോടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് കൂടുന്തോറും നമ്മുടെ ടെസ്റ്റുകൾ മുറുകിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ് ഒരുപക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ മുമ്പ് പല സിറ്റുവേഷനിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ജീവിതത്തിന്റെ ഉള്ള ടെസ്റ്റ് എന്ന് പറയുന്നതേ ഓരോരുത്തരുടെയും ടെസ്റ്റ് നമ്മുടെ അറ്റാച്ച്മെന്റിനനുസരിച്ച്, നമ്മൾ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന എന്തിനോടാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റവും കൂടുതൽ വരിഞ്ഞു മുറുക, നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്തിന്? ഇത് നിനക്ക് ഇവിടെ സുഖിക്കാൻ വേണ്ടി തന്നതല്ല, ഇത് നിനക്ക് ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി തന്നതല്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നതല്ല, ഇത് ഉപയോഗിച്ച് അള്ളാന്റെ തൃപ്തി നേടാൻ വേണ്ടി തന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഗെറ്റ് ലോസ്റ്റ് ആവണോ അതോ അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ? അള്ളാഹ് പറഞ്ഞ വഴികളിലൂടെ ഉപയോഗിക്കണോ? ആലോചിക്കാം. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മുഴുകി പോയാൽ എന്തിലാണെങ്കിലും ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോന്നാണ് അത് സ്വത്താവാം, കുട്ടികളാവാം, കുടുംബങ്ങളാവാം, എന്തും എന്തിലെങ്കിലും നമ്മൾ മുഴുകി പോയാൽ പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല. ഇതിലിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കെട്ടുപടഞ്ഞതുപോലെ ഒന്ന് കഴിഞ്ഞു അതിൽ നിന്ന് പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല കേട്ടോ. ദുന്യാവി പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. അള്ളാഹ് ഇങ്ങനെ നമ്മളെ ചുഴറ്റി അതിനകത്ത് കിട്ടേക്കും. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ ഒരു ചെറിയൊരു കുടുംബവും അല്ലെങ്കിൽ ഒരു കുടുംബവും ഒരു വീടും ഉണ്ടെങ്കിൽ തന്നെ പണ്ടൊക്കെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇപ്പം ഒരു വീടൊന്നും പോരാ ഒന്നിൽ കൂടുതൽ വീടുകൾ, ആ സിറ്റിയിൽ വീട്, ഈ സിറ്റിയിൽ വീട്, അവിടെ വീട്, ഇവിടെ വീട്, 4 കാറ്, 4 ഗാഡ്ജറ്റ്. സുബ്ഹാനല്ലാഹ്. അപ്പം ജീവിതം മുഴുവനും ഇതിന്റെ പിന്നാലെ. ഇതെന്തിനാ? ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തിനാ? ദുനിയാവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മള് സ്വാലിഹാവാന്നുള്ളത് അല്ലെങ്കിൽ മുത്തഖിയാവാന്നുള്ളത് ഇതിനൊക്കെ ഒഴിവാക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്.
അതുകൊണ്ടാണ് അതിനെ മതാ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ സമ്പാദിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതൊക്കെ എന്താണ്, താൽക്കാലികമാണ്. എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇരിക്കും. ഓക്കെ, അള്ളാഹ് തന്ന ഈ ഓരോ കാര്യങ്ങളും ഇതെപ്പോഴാണ് അള്ളാഹു നമ്മളിൽ നിന്ന് എടുക്കാന്ന് നമുക്കറിയില്ല. നമ്മളെ എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കാന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ മുമ്പേ അള്ളാഹു തന്ന ഈ ഓരോന്ന് ഉപയോഗിച്ചിട്ടും നമ്മൾ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു തുടങ്ങിയേ മതിയാവും. ഓക്കെ, ബുദ്ധിയുള്ളവര് എന്താ ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അള്ളാഹിന്റെ അതൃപ്തിക്ക് വേണ്ടിയിട്ട് ഒന്നിനെയും നമ്മൾ, ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കൂല. അള്ളാഹിന്റെ തൃപ്തിക്ക് ഉപയോഗിക്കുള്ളൂ അല്ലെ. അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ മതാഴിനെയും ഉപയോഗിക്കുള്ളൂ. ഖാറൂന്റെ അടുത്ത് പറയുന്നുണ്ട് സൂറ ഖസസില് 77-ാമത്തെ ആയത്തില്, വബ്തഗി ഫീമ ആതാക അല്ലാഹുദ്ദാർ, അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതിലൂടെ നീ പരലോക ഭവനം തേടുക. സുബ്ഹാനല്ലാഹ്, നിനക്ക് തന്നതിലൂടെ വേണം നീ നേടാൻ അല്ലെ. പലർക്കും ഇല്ലാത്തത് കിട്ടിയിരുന്നെങ്കിൽ പരലോകം ഉണ്ടാക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം വേറെ ഉണ്ട് അല്ലെ. എനിക്ക് അതും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഉപയോഗിച്ച് അങ്ങനെ മലസ്തിക്കളയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് നമുക്കിപ്പോ എന്താണോ തന്നത് അതെന്താണെങ്കിലും ഓക്കെ, തന്ന സമ്പത്തും തന്ന മക്കളും തന്ന ഇണകളും തന്ന കാറും തന്ന അറിവും വെച്ചിട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹ് നമുക്ക് അധികം വേണ്ടിയതാണെങ്കിൽ അള്ളാഹു എത്തിച്ചോളും. ഓക്കെ, അപ്പം അള്ളാഹ് നിനക്ക് നൽകിയതിലൂടെ നീ പരലോക ഭവനം നേടുക. അതേസമയം വലാ തൻസ നസീബക മിനദ് ദുനിയ, നീ ഐഹികത്തിൽ നിന്നുള്ള നിന്റെ ഓഹരി മറന്നും പോവരുത് അല്ലെ. നിനക്ക് അതിനൊരു ഹക്കുണ്ട്, ഐഹികത്തിൽ നിനക്ക് തന്നതിലല്ലേ. അതിനകത്ത് അതിൽ നിന്ന് നിന്റെ ആവശ്യങ്ങൾ നിറവേറാന്നുള്ളതും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താന്നുള്ളതും ഒക്കെ ഉണ്ട്. അത് മറന്നും പോകരുത്. ദുനിയാവ് ഒന്നും വേണ്ടാന്നും വിചാരിച്ചിട്ട് അള്ളാഹിന്റെ ഹിക്മത്ത് അപ്പൊ എന്തായില്ലേ. ദുനിയാവിൽ അള്ളാഹു നമുക്ക് ഓരോന്നും തന്നത് നിങ്ങൾ ഇത് ഉപയോഗിച്ച് ആഖിറത്ത് നേടുന്ന് പറയുമ്പോൾ എനിക്ക് ദുനിയാവത്തെ ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ ഹിക്മത്തിന് അവിടെ സ്ഥാനമില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ ബാലൻസ്? ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഉപയോഗിക്കുക, അതേപോലെ ആഖിറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോന്നും നമുക്ക് ഭാരമാകും. ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ ജീവിതത്തില് പല പല വിഷമങ്ങളുണ്ടല്ലോ. ഓരോരുത്തരുടെ ജീവിതത്തിലും പല വിഷമങ്ങളുണ്ട്. ഓരോരുത്തരും അവനവന്റെ ഓരോ വിഷമങ്ങളെ മാറ്റി നിർത്തി ഒന്ന് ആലോചിക്കുക. ഇന്ന കാര്യം എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇഹലോകത്തിന് വേണ്ടിയിട്ടോ പരലോകത്തിന് വേണ്ടിയിട്ടോ? നമ്മൾ ആ പറഞ്ഞ 3 കുതിരകളുടെ കാര്യം അല്ലെ, വിസ്റായി മാറും നമുക്ക്. നമ്മളത് ആഹ്റത്തിന് വേണ്ടിയല്ല, ദുനിയാവിൽ എനിക്ക് സന്തോഷം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഓരോരുത്തരെയും ഓരോ സംഭവങ്ങളെയും ഓരോന്നിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? അത് നമുക്ക് വിസ്റായിട്ട് മാറും, നമുക്ക് ഭാരമായിട്ട് മാറും. അതേസമയം നമ്മൾ ആഹ്റത്തിന് വേണ്ടിയാണെങ്കിൽ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇതിൽ നിന്നൊക്കെ സന്തോഷം കണ്ടെത്താൻ പറ്റും. ശരിക്കും സന്തോഷം കണ്ടെത്താൻ പറ്റും. സൂറത്ത് മുനാഫിഖൂനില് 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ. അതിനകത്ത് ലോസ്റ്റ് ആയി പോകട്ടെ അല്ലെ. അള്ളാഹിന്റെ റിമെമ്പറൻസിൽ നിന്ന് മാറിപ്പോണ്ട. എല്ലാത്തിനെയും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. എല്ലാത്തിനെയും പരലോകത്തെ ഭാവന നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ആവശ്യമുള്ള അത്രയും ഇൻവോൾവ്മെന്റ് മതി എല്ലാ കാര്യത്തിലും. അതന്നെ വിചാരിച്ചിട്ട് തലകുത്തി അതിനകത്തൊന്നും കിടന്ന് മറിയണ്ട. ആക്കി അള്ളാഹ് ചെയ്യാനുള്ളത് അള്ളാഹ് ചെയ്തോളും. സുബ്ഹാനല്ലാഹ്. ആണ്, അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലെ. നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് ഒരു നല്ല കത്തി കണ്ടു കഴിഞ്ഞാൽ ഈ കത്തി അടിപൊളിയാണല്ലോ വെച്ചാൽ കത്തി തന്നെ നോക്കി അടുക്കളയിൽ നമ്മൾ നിൽക്കൂല അല്ലെ. എത്ര നല്ല കത്തിയാണെങ്കിലും അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അതിനെ കഴുകി അതിന്റെ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും അല്ലെ. അപ്പൊ ഇതൊക്കെ ആണ്. ഈ തന്ന എല്ലാ കാര്യങ്ങളും ആണ്. അതിനെ കുറിച്ച് തന്നെ ആലോചിച്ച് അതെന്താവും, ഇതെന്താവും, അവരെന്താവും, മക്കളെന്താവും, ഇണകളെന്താവും, സ്വത്തെന്താവും, അതുണ്ടാക്കണ്ടേ, ഇതുണ്ടാക്കണ്ടേ, ആവശ്യത്തിന് ഉപയോഗിക്കുക, ഉള്ളത് ഉപയോഗിക്കുക. എന്നിട്ട് ബാക്കി നമ്മളെ മെയിൻ പർപ്പസ് എന്താണോ അതിലേക്ക് ഓടിയെടുക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെ ആണ്, ഇതൊക്കെ ഷഹവാത്താണ്. നമ്മൾ ഇതിലേക്ക് വലിച്ചടിപ്പിക്കും, അട്രാക്ട് ചെയ്യും എല്ലാ സമയവും അല്ലെ. ഒരു നല്ല കാർ കാണുമ്പോൾ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഒരു നല്ല വീട് കാണുമ്പോൾ ആ ഇന്റീരിയർ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെ. ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അതും ആ സാധനം കൂടെ എനിക്ക് വാങ്ങാൻ പറ്റുന്നെങ്കിൽ, ഈ സാധനം നല്ല ഓഫറാണ്, നമുക്ക് അങ്ങനെ പലതും തോന്നും, അത് വേണമെന്ന് തോന്നും. സുബ്ഹാനല്ലാഹ്.
അപ്പം വാങ്ങുന്ന ആവശ്യത്തിനുള്ളത് വാങ്ങുക, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ ഒരു അട്രാക്ഷൻ അള്ളാഹു തന്നെ നമ്മളെ ഹൃദയത്തിൽ ഇട്ടതാണ്. പക്ഷെ അതിന്റെ പിന്നാലെ ഓടലും അതിന് വേണ്ടിയുള്ള ആക്ഷൻസും നമ്മൾ ഇന്നലെ കണ്ടു ഷെയ്ത്താൻ ഇട്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഈ 2 മാഗ്നറ്റ് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതിനെ എങ്ങാനും അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കളയും അല്ലെ. അതുപോലെയാണ് നമ്മളും ഈ പറഞ്ഞ എല്ലാ ഹുബ്ബു ഷഹവാത്തുകളും. ഒന്ന് എന്തിന്റെങ്കിലും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് കളയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സേഫ് ഡിസ്റ്റൻസിലെ നമ്മളെ വലിച്ചൊന്ന് ഇത്തിരി പുറകോട്ട് വെക്കണം. എങ്ങോട്ട്? അള്ളാഹുവിന്റെ അടുത്തേക്ക്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അത് ഉപയോഗിച്ചിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹ് വിളിക്കുന്നതിലേക്ക് പോവാൻ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരു വടംവലിയാണ് ജീവിതം മുഴുവനും. ഒരു സൈഡിൽ നിന്നും ദുനിയാവ് നമ്മളെ പിടിച്ചു വലിക്കും, ദുനിയാവിലെ മറ്റാളുകളും ഹുബ്ബു ഷഹവാത്തുകളും, അതർ സൈഡിൽ നിന്നും ആഹ്റത്തിന്റെ ചിന്തകളും. കാരണം നമ്മുടെ ഉള്ളിൽ അത് ഉള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അത് നമ്മളെ ഇപ്പുറത്തേക്കും പിടിച്ചു വലിക്കും അല്ലേ. മിക്ക ദിവസങ്ങളിലും നമ്മുടെ നഫ്സ്, നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഇതന്നെ ഈ ബേജാറ് തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും അല്ലെ, 2 സൈഡിലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ നഫ്സിനോടുള്ള കോൺസ്റ്റന്റ് ഫൈറ്റിലാണ് നമ്മളെല്ലാവരും. നമ്മൾ ശരിക്കും ബിസി ആയിരിക്കണം. ശരിക്കും നമ്മൾ നെഫ്സിനോടുള്ള ഈ ഫൈറ്റിലാവുമ്പോണ്ടല്ലോ, ദുനിയാവിലേക്കുള്ള അട്രാക്ഷനിൽ നിന്ന് അള്ളാഹുലേക്ക് നമ്മൾ ഓടി അടുക്കാൻ വേണ്ടിയിട്ട് ഈ ടഗ് ഓഫ് വാർ മനസ്സിൽ കാണാം, വടംവലി മനസ്സിൽ കാണാം, അല്ലെങ്കിൽ ഈ 2 കാന്തം മനസ്സിൽ കാണാം. ലൈക്ക് അതിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് അതിനെ പിടിച്ചു വലിക്കാനുള്ള ഫോഴ്സ് എത്ര വേണമെന്ന്, അതേപോലത്തെ ഒരു ഫോഴ്സ്, അതേപോലത്തെ ഒരു ഫൈറ്റിലാണ് നമ്മളെല്ലാവരും. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നഫ്സിന്റെ ജിഹാദുകൾ സീരിയസ് ആയിട്ട് നടക്കുമ്പോണ്ടല്ലോ, നമുക്ക് പുറത്തുള്ള ഫൈറ്റിനൊന്നും സമയം ഉണ്ടാവില്ല. ഈവൻ മറ്റുള്ളവര് നമ്മളടുത്ത് ഫൈറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്കതൊരു നിസ്സാരം അല്ലേ. അവരിതിലേക്ക് എത്താത്തവരാണ് പാവങ്ങൾ. നമുക്ക് സിമ്പതി തോന്നും അവരടുത്ത്. നമ്മളടുത്ത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞും അല്ലെ, തർക്കിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പാവങ്ങൾ നമുക്ക് സിമ്പതിയാ തോന്നാ ശരിക്കും. കാരണം നമ്മൾ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ നഫ്സിന്റെ ജിഹാദിൽ പെട്ട് കിടക്കുകയാണല്ലേ. ഓരോ ദിവസവും ഓരോ നിമിഷവും റബ്ബേ നിന്റെ അടുത്തേക്ക് വലിഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പുറത്തുനിന്ന് ദുനിയാവ്, എന്റെ നഫ്സ്, പല കാര്യങ്ങളും എന്നെ ഇങ്ങോട്ട് വലിക്കുന്ന റബ്ബേ. ഓരോ തവണ എഫേർട്ട് എടുത്ത് ശ്രമിച്ച് നിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുമ്പോഴും പിറ്റേ ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും റബ്ബേ എന്നെ പുറകോട്ട് വലിക്കുക. അപ്പൊ എന്താ ഒരു വഴി അല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഫൈറ്റിലാണ് നമ്മളെല്ലാവരും, ഈ ഒരു ഫൈറ്റിലായിരിക്കണം. ഹുബ്ബു ഷഹവാത്ത് യെസ്, അള്ളാഹു ഇട്ട് തന്നതാണ്. പക്ഷെ അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. അത് നമ്മൾ മെല്ലെ ഇബാദത്തുകളിലൂടെ, നമ്മുടെ ശ്രമങ്ങളിലൂടെ, അറിവിലൂടെ, അമലാക്കുന്നതിലൂടെ മാറി അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വന്നെത്തുന്നത് വരെ, മരണം വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹ്ക്ക് ഏറ്റവും തൃപ്തിയുള്ള അവസ്ഥയിൽ, ഏറ്റവും തൃപ്തിയുള്ള അടിമയായിട്ട് റബ്ബിലേക്ക് മടങ്ങി ചെല്ലാനുള്ള തൗഫീഖ്. മരണം വരെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നഫ്സിന് അള്ളാഹുലേക്ക്